ശ്രീ ജോസഫ് ആന്റണി, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ആകെ മാറിമറിയുകയാണ്. യുദ്ധം സമാനമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പോഴത്തെ ഈ പ്രകോപനത്തിന് കാരണക്കാരൻ ആര് എന്നാണ് താങ്കൾ കരുതുന്നത്? അത് വളരെ വ്യക്തമാണ് ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന്. കാരണം ഈ യുദ്ധം യുദ്ധത്തിന്റെ ഉത്തരവാദി അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് വളരെ വ്യക്തമായി പറയാം അമേരിക്ക തന്നെയാണ് ഈ യുദ്ധത്തിന്റെ ഉത്തരവാദി. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? നമുക്കെല്ലാവർക്കും പറയാം 14ന് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അമേരിക്കയും ഇറാനും ചേർന്ന് ഒപ്പിട്ടു. ഇസ്രായേൽ അതിന്റെ പങ്കാളിയല്ല. ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ 4-ാമത്തെയും 5-ാമത്തെയും വകുപ്പുകൾ എന്താ പറഞ്ഞേക്കുന്നത്? 4-ാമത്തെയും 5-ാമത്തെയും വകുപ്പുകൾ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനെ സംബന്ധിച്ചും അതിലെ ട്രാഫിക്കിനെ സംബന്ധിച്ചും അതിനുശേഷം ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകൾ നടത്തി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അതിനുശേഷം ഗൾഫിലെ ലിറ്ററൽ സ്റ്റേറ്റ്സുമായി ഡിസ്കസ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നത് നോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് അതിലൊന്നുകൂടിയുണ്ട്. ഈ 60 ദിവസം ഹോർമുസ് സ്വതന്ത്രമായിരിക്കണം എന്ന ഒരു ക്ലോസ് കൂടി ഉണ്ടായിരുന്നു. അവിടെയാണ് ചരക്ക് കപ്പലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയത്. അതെ, എങ്ങനെ സ്വതന്ത്രമായിരിക്കണം? ഈ സ്വതന്ത്രമായിരിക്കുന്നത് ഇറാന്റെ, അതായത് യുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയാം, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഫെബ്രുവരി 28 വരെ ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുകയായിരുന്നു. ഈ തുറന്നു കിടക്കുന്ന ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ നിർബന്ധിതമായത് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ നിയമവിരുദ്ധമായ യുദ്ധമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇസ്രായേലിനെയും പോലെയുള്ള ഏറ്റവും വലിയ ലോകത്തിലെ സൈനിക ശക്തിക്കെതിരായി പിടിച്ചു നിൽക്കാൻ ഇറാനെ പോലെയുള്ള ഒരു സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ദുർബലമായ രാജ്യത്തിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവർ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവരും കേട്ടതാണല്ലോ, അവർ 2 കാര്യങ്ങളാണ് പറഞ്ഞത് അമേരിക്കയോടും ഇസ്രായേലിനോടും. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഞങ്ങൾക്കെതിരായിട്ട് യുദ്ധം തുടങ്ങിയാൽ അമേരിക്ക എന്ന് പറയുന്ന 10,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന രാജ്യത്തിനെതിരെ യുദ്ധം നടത്താൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾക്കെതിരെ ആക്രമണം നടത്തും. ഒന്ന്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കെതിരെ യുദ്ധം ആരംഭിച്ചാൽ ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ അടയ്ക്കും എന്ന് പറഞ്ഞു. ഇത് രണ്ടും നേരത്തെ കൂട്ടി, അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ വളരെ വ്യക്തമായി ലോക സമൂഹത്തോട് പറഞ്ഞ 2 കാര്യങ്ങളാണ്. എന്നാൽ ഇതിനെ ഒന്നും പരിഗണിക്കാതെ ഇതൊന്നും ഇവർ പറയുന്ന കണക്കൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് യുദ്ധം ആരംഭിച്ചത്. യുദ്ധം ആരംഭിച്ചു, നമുക്ക് എല്ലാവർക്കും അറിയാം. 100 ദിവസത്തോളം മൂന്നാഴ്ച കൊണ്ട്, ഞാൻ 3 ദിവസം കൊണ്ട് 3 ആഴ്ച കൊണ്ടൊക്കെ തീരും എന്ന് പറഞ്ഞത് ഇപ്പൊ 5-ാമത്തെ മാസത്തിലെത്തി നിൽക്കുന്നു. അവര് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള 2 രാജ്യങ്ങൾ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ അതിശക്തമായ ആക്രമണം നടത്തിയത്. അവിടെ ഇനി കൊള്ളാവുന്ന സ്ഥാപനങ്ങളൊന്നുമില്ല. അവരുടെ എണ്ണ കേന്ദ്രങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, അവരുടെ മെഡിക്കൽ ആശുപത്രികൾ, സ്കൂളുകൾ, 168 വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അവര് കൊന്നു തള്ളി. എന്നിട്ട് യുദ്ധം വിജയിച്ചോ? യുദ്ധം വിജയിച്ചില്ല. യുദ്ധം വിജയിക്കാതിരുന്നപ്പോഴാണല്ലോ ജൂൺ മാസം 17 MOU ഒപ്പിടേണ്ടി വന്നത്. അതൊരു പരാജയപ്പെട്ട, അതായത് അമേരിക്കയുടെ പരാജയത്തിന്റെ കരാറാണ് എന്നാണ് അമേരിക്കയിലെ ലോകത്തിലെ മുഴുവൻ ആളുകളും പറയുന്നത്. എന്തുകൊണ്ട്? അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ 4 കാര്യങ്ങളുണ്ട്. ഭരണകൂടത്തെ മാറ്റണം, ആണവ പദ്ധതി അവസാനിപ്പിക്കണം, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അവസാനിപ്പിക്കണം, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഹമാസ്, ഹെസ്ബുള്ള, ഹൂതികൾ എന്നുള്ളവരെ ഇല്ലാതാക്കണം. ഇത് ഏതെങ്കിലും നടന്നോ? ഇതൊന്നും നടന്നില്ലല്ലോ. അവസാനം പറഞ്ഞെന്താ? നിങ്ങൾ ഹോർമുസ് കടലിടുക്ക് ഒന്ന് തുറന്നാൽ മതി, ബാക്കി പ്രശ്നങ്ങൾ നമുക്ക് പിന്നാലെ ചർച്ച ചെയ്യാം. ഇത്രമാത്രം പരാജയപ്പെട്ട, ദൂരക്കാഴ്ചയില്ലാത്ത ഒരു ഭരണാധികാരിയുടെ തെറ്റായ നിലപാടിന്റെ ഫലം ആരൊക്കെ അനുഭവിച്ചു? അമേരിക്കൻ ജനത ഉൾപ്പെടെ അനുഭവിച്ചു, ലോക ജനത ഉൾപ്പെടെ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള തെറ്റായ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഈ യുദ്ധം തുടങ്ങിയത്. യുദ്ധത്തിന് അവസാനം ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പിട്ടു. അതിൽ കൃത്യമായി പറയുന്ന കാര്യം എന്താണ്? ഈ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം നോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണ്. ഞങ്ങൾ പിന്മാറും, ഞങ്ങൾ അവരുടെ തടഞ്ഞുവെച്ച സമ്പത്തുകൾ നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഡിമൈനിങ് ഒക്കെ നടത്തണം, അതിലേക്കൂടെ സുഗമമായി കൊണ്ടുവരണമെന്നാ പറഞ്ഞത്. അപ്പൊ എന്താ ഇവിടെ നടന്നത്? ഇപ്പൊ നടന്നത് എന്താണെന്ന് വെച്ചാല് ഹോർമുസ് കടലിടുക്കിന്റെ പ്രധാന ഭാഗം ഈ മൈനുകൾ വിതറി അവര്. അതായത് പ്രധാന കപ്പൽ ചാലായിട്ടുള്ള പ്രദേശത്തെ മൈനുകൾ വിതറി. അതുകൊണ്ട് എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ഇറാനോട് ചേർന്നുള്ള പ്രദേശത്തൂടെ കപ്പലുകൾ കടന്നു പോകണം. അപ്പോൾ 60 ദിവസത്തേക്ക് ഞങ്ങൾ ചാർജ് ഒന്നും ഈടാക്കുന്നില്ല, കടന്നു പോകണമെന്നാണ് അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് ഈ കരാറിന് വിരുദ്ധമായി ഒമാന്റെ തീരത്തോട് കൂടിയിട്ട് ഈ കപ്പലുകൾ കടന്നു പോകാൻ അമേരിക്കയും ഫ്രാൻസും UK-യും അവരുടെ സഹായത്തോട് കൂടിയിട്ട് ഈ ഒമാന്റെ കടൽ തീരത്തൂടി കപ്പലുകളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് പൊളിഞ്ഞത്. അത് ഈ കരാറിന്റെ ലംഘനമാണ്. അതിനുശേഷവും ഖമനയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സമാധാന ഉടമ്പടി ഉണ്ടായിരുന്നു. അതും പക്ഷേ അട്ടിമറിക്കപ്പെടുന്നതാണല്ലോ ശ്രീ ജോസഫ് ആന്റണി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ചരക്ക് കപ്പൽ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്.
സംസ്കാരം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അമേരിക്ക ഉണ്ടായിരുന്ന ആ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തുന്നത് നമ്മൾ കണ്ടു. ഞാൻ പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതല്ല, വലിയ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധം തുടങ്ങി വെച്ചത് തന്നെ വലിയ പാളിച്ചയായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇറാനും സമാധാനം ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നതാണോ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ തള്ളിയിടുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വലിയ പ്രകോപനമാണ് മുജ്തബ ഖമനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ വധത്തിന്, രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കുമെന്ന് പറയുകയാണ് മുജ്തബ ഖമനി. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? അത് റെറ്ററിക്കാണ്. അവരുടെ എന്താണ് അവരുടെ ആർഗ്യുമെന്റുകളാണ്. ഇത് പ്രധാനപ്പെട്ട പ്രശ്നം. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം അല്ല ഉള്ളത്. അവർ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നു, രാഷ്ട്രീയമായി ദുർബലമായിരിക്കുന്നു, സാമൂഹികമായി ദുർബലമായിരിക്കുന്നു, സൈനികമായി തകർന്നിരിക്കുന്നു. ഇതെല്ലാമുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെങ്കിലും അവർക്ക് കരകയറണമെന്നുള്ള ആഗ്രഹം അവർക്കുമുണ്ട്. എന്നാൽ അവർക്ക് ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന പ്രശ്നം, ഈ സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും വളരെ ദുർബലമായ രാജ്യത്തിനുള്ള ആകെയുള്ള പിടിവള്ളി, ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയുമുള്ള ആകെയുള്ള പിടിവള്ളി ഹോർമുസ് കടലിടുക്കാണ്. ആ ഹോർമുസ് കടലിടുക്കിൽ അവർ പിടിമുറുക്കിയതുകൊണ്ട് കൊണ്ടാണല്ലോ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ കരാറിലേക്ക് വരേണ്ടി വന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഹോർമുസ് കടലിടുക്കിന് മുകളിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനുള്ള നിയന്ത്രണം ഇല്ലാതാക്കണമെന്ന അജണ്ട നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാൻ അതേ മാർഗമുള്ളൂ. അത് പൂർണ്ണമായും ഇറാനെ ഇല്ലാതാക്കിയാൽ പോലും ഇറാന്റെ കയ്യിൽ ഒരു മിസൈലെങ്കിലും അവശേഷിക്കുന്ന കാലത്തോളം ഈ ഹോർമുസ് കടലിടുക്കിന്റെ മുകളിലുള്ള അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാൻ അവർ അനുവദിക്കുന്നില്ല. അതാണ് അവരുടെ കാര്യം. കാരണം ആ രാജ്യം എന്ന് പറയുന്നത് അതിന്റെ നിലനിൽപ്പിന്റെയും ഐഡന്റിറ്റിയുടെയും ഒക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങൾ അവർക്ക് നേരെ നടത്തുന്ന ആക്രമണമാണ്. ഇത് വാലി നാസർ എന്ന് പറയുന്ന ഇറാൻകാരനായിട്ടുള്ള അമേരിക്കയിലെ വലിയ പ്രൊഫസറായിട്ടുള്ള ആള് ഇറാൻസ് ഗ്രാൻഡ് സ്ട്രാറ്റജി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങളാണ്, ഇറാന്റെ നയങ്ങളെ നിയന്ത്രിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, അവരെപ്പോഴും ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ, അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ ഉള്ള അഗ്രഷൻ, ആക്രമണം പ്രതീക്ഷിക്കുന്നു. രണ്ട്, അവരുടെ അകത്ത് നിന്നുകൊണ്ടുള്ള ഇന്റേണൽ ഡിസൊല്യൂഷൻ, ഇന്റേണൽ ഇംപ്ലോഷൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രതീക്ഷിക്കുന്നു. ഇത് രണ്ടിനെയും തടയുക എന്നുള്ളതാണ് ഇറാൻ സ്ഥാപിച്ച കാലം മുതലുള്ള അവരുടെ നയം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ രണ്ട് പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിനുള്ള ആകെയുള്ള പിടിവള്ളി, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുമ്പിൽ ആകെയുള്ള പിടിവള്ളി ഇതാണ്. അതുകൊണ്ട് ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അവരിൽ നിന്ന് മാറ്റാൻ നടത്തുന്ന അമേരിക്കയുടെ പ്രവർത്തനം ആ കരാറിനുള്ള ലംഘനമാണ്. അതാണ് വളരെ കൃത്യമായ കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ കരാർ ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഇതിലൂടെ കപ്പലുകളെ കടത്തിവിടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്നതിന്റെ സൂചനയാണ് അവർ ഈ ഇതിനെതിരെ നടത്തുന്ന ആക്രമണം. അവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ ഈ അമേരിക്ക തിരിച്ചാക്രമിക്കും. 300ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. പക്ഷേ അവർ അണുകിട പോലും അതിൽ നിന്ന് മാറാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ലോകത്തിന് നൽകുന്ന ശുഭകരമായ ഒരു സൂചനയല്ല. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.